റോഷ, പട്ടി, നിനക്ക് റീൽസ് കാണാനോട് എന്നോട് ഹോട്ട്സ്പോട്ട് കണക്ട് ആക്കാൻ പറഞ്ഞേ. അത് പിന്നെ നീ റീൽസ് കാണാനാണെന്ന് പറഞ്ഞാൽ തരില്ലല്ലോ, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീചാർജ് ചെയ്യാനാണെന്ന് പറഞ്ഞു. പരന്നാറി, നീ എൻ്റെ 90% ഡാറ്റ കഴിച്ചില്ലടാ. ജസ്റ്റ് 1-2 റീൽസ് കണ്ട് നിർത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കണ്ട് വന്നൊരു ഫ്ലോയിൽ അങ്ങോട്ട് പോയടാ. എടാ ആദി, ജീനി എന്നോട് എന്തിനാ നിന്നെ കണ്ട നീ എന്നെ കൊല്ലൂന്ന് പറഞ്ഞേ? ആ എടാ തെണ്ടി, നീ എന്നോട് രാവിലെ തന്നെ എൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ ഷർട്ട് എടുത്തുകൊണ്ട് പോയില്ലേ എനിക്ക് അയൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. നീ കൊണ്ടുപോയി കടിച്ച ഷർട്ട് എൻ്റെ അല്ലായിരുന്നു. ജീനി ഇവന് വാലന്റൈൻസ് ഡേക്ക് വാങ്ങിക്കൊടുത്ത ഷർട്ടായിരുന്നു നീ രാവിലെ നന്മമരം കാണിച്ച് കരിച്ചത്. അത് ഇവൻ്റെ ആയിരുന്നാ? നീ അല്ലേ പറഞ്ഞ ഞാൻ മടക്കി വെച്ചിട്ടുള്ളതിൽ നീല ഷർട്ടാണ് നിൻ്റെന്ന്. അപ്പം എനിക്ക് നിൻ്റെ കബോർഡിൽ നിന്ന് അതാ കിട്ടിയേ. എടാ അപ്പം നീ എൻ്റെ ഷർട്ട് എങ്ങനെയാടാ നിൻ്റെ കബോർഡിൽ വന്നേ? എടാ കഴുതേ, അതാണോ ഇപ്പം നിൻ്റെ പ്രശ്നം? നിൻ്റെ ഷർട്ട് അവൻ കരിച്ചതിൽ നിനക്ക് പ്രശ്നമില്ല, എന്നിട്ട് അവൻ്റെ ഷർട്ട് സേഫായിട്ട് എൻ്റെ കബോർഡിലിരുന്നത് അവന് പ്രശ്നം. അല്ലേലും നിന്നെയൊക്കെ എപ്പോൾ കണ്ടോ അന്ന് മുതൽ മനുഷ്യന് ഒരു നല്ല ഡ്രസ്സില്ല, എല്ലാ ഈ തെണ്ടുകൾ കണ്ട് അവിടെ ഇവിടെ ഇട്ട് നശിപ്പിക്കും. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? എപ്പോൾ തൊട്ട് നമ്മുടെ ഇടയിൽ നിൻ്റെ എൻ്റെ എന്നൊക്കെ പറയാൻ തുടങ്ങി? ഇതാ പട്ടി, എന്നിട്ടാണോടാ നിൻ്റെ പുതിയ ജീൻസ് കൊണ്ടുപോയി നീ സ്യൂട്ട് കേസിൽ വെച്ച് പൂട്ടിയത്? റോഷൻ കാണണ്ട, അതെടുത്തിടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ അത് ശരി. എടാ നാറി, അതിൻ്റെ ഇടയിൽ കൂടെ നീ അങ്ങനെയും ചെയ്തല്ലടാ. ശരിയാക്കി തരേണ്ടി ഞാൻ നിന്നെ. ഇപ്പം നീ ഇട്ടിരിക്കുന്ന ഷർട്ട് പോലെ എൻ്റെ അല്ലടാ വാഴ. സോറിടാ മുത്തേ, അത് അറിയാണ്ട് സംഭവിച്ചു പോയതല്ലേ. അല്ലടാ, ഈ പെണ്ണുങ്ങളൊക്കെ ഇതെവിടെ പോയതാ? നിൻ്റെ പെങ്ങള് നിൻ്റെ കമ്പുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ ഡാൻസ് റീൽ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൗണ്ടിൻ്റെ പിന്നാലെ ഉണ്ട്. ഓ ഇവളുമാരെ കൊണ്ട് അപ്പോഴേക്കും വന്നല്ലോ രണ്ടും. ഓ വന്നാ? എന്തായി രണ്ടിൻ്റെ റീൽ എടുക്കല്? എന്താവൻ ഒന്നും ആയില്ല. കുറെ വെയിൽ കൊണ്ട് ടാൻ അടിച്ച് ചത്തു എന്നാൽ അതൊന്നും ആയില്ല. അതേന് ഞങ്ങൾക്ക് എത്ര എടുത്തിട്ട് ശരിയാവണേ ഇല്ല. ഈ ഫോണ് കൊള്ളില്ല. ഡീ, നിൻ്റെയൊക്കെ മുഖം അങ്ങനെ ഇരിക്കണതുകൊണ്ട് എൻ്റെ ഫോണിനെ കുറ്റം പറയുന്നത് എന്തിനാ? വലിയ കാര്യത്തിൽ എൻ്റെ ഐഫോൺ നിർബന്ധിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ചാർജും കളഞ്ഞ അവസാനം കുറ്റം പറയുന്നോ? എൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് അതിലെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി എൻഹാൻസ് ആവല്ലേ വേണ്ടത്. ഇത് വന്നിട്ട് ഉള്ള ഭംഗിയും കൂടി കളയുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. നിൻ്റെയൊക്കെ മുഖത്തുള്ളതല്ലേ ഇതിൽ വരൂ. അല്ല നിവ എവിടെ എന്നിട്ട് കാണാനില്ല? അവള് ലൈബ്രറിയിൽ പോയി. ആ കണ്ട, അങ്ങനെ വേണം കുട്ടികളായ. പഠിക്കാൻ വന്നാൽ പഠിക്കണം, അല്ലാതെ നിന്നെപ്പോലെ റീലെടുത്ത് നടക്കല്ല ചെയ്യേണ്ടത്. അവൾക്കെങ്കിലും പഠിക്കാനുള്ള ബോധമുണ്ടല്ലോ, സന്തോഷം. ഓ പിന്നെ ഒന്ന് പോയേ അതേട്ടാ. നിങ്ങളൊരു പഠിപ്പിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതുപോലെ ആവുന്നുണ്ടോ? പിന്നെ നിവി അല്ല അവിടുന്ന് കുറച്ച് ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കാതെ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് പോയതാണ്. അറ്റ്ലീസ്റ്റ് അവൾ ബുക്കെങ്കിലും എടുക്കുന്നുണ്ടല്ലോ. നീ ഇന്നേ വരെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ദേവോ? ഇങ്ങനെ പലതും പറയും, അതൊന്നും എൻ്റെ മോള് മൈൻഡാക്കണ്ടട്ടാ. അല്ലടാ തേജസ് എവിടെ? അവൻ നമ്മുടെ ബൈക്ക് നേരാക്കാൻ പോയേക്കുക. അതിന് ബ്രേക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് പറഞ്ഞിട്ടേ. അപ്പം പറഞ്ഞു അത് ശരിയാക്കിയിട്ട് ഡയറക്റ്റ് ക്യാമ്പസിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. அக்கா இந்த 1500 ரொம்ப ஜாஸ்தி அக்கா. நான் அந்த புக்கு திரும்பி கொடுத்துட்டேல. இந்த புக்கு நான் வாங்கினா கூட அவ்வளோ ஆகாது. ആരും പേടിക്കണ്ട, ലൈനൊന്നും മാറി പോയിട്ടില്ല. ഇത് വന്നിട്ട് നമ്മുടെ നിവി ഫൈൻ അടയ്ക്കാൻ വന്നിട്ട് എമൗണ്ട് കെട്ടി ഞെട്ടിയിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരി ബുക്ക് എടുത്തിട്ട് കുറേ മാസമായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. അവൾ അതിൻ്റെ കാര്യമേ മറന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തർക്കത്തിൽ നിന്ന് അവൾക്ക് വേറെ വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പേ ചെയ്യാൻ ഗൂഗിൾ പേ ഓപ്പൺ ആക്കി. എന്നിട്ടെന്താ, ആപ്പ് വർക്കാവുന്നില്ല, തീരെ നെറ്റില്ല. അവൾ അതുകൊണ്ട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പിറുപെടുത്തോണ്ടിരിക്കുമ്പോഴാണ് വിരോധമില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോട്ടെ? നിവി തിരിഞ്ഞു നോക്കിയതും അവൾ പെട്ടെന്നൊന്ന് ഞെട്ടി. അവൾ കണ്ടാലേ എന്തായാലും അവൾ അവിടെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അലക്സ്, ഹായ്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, നിനക്കല്ലേ പെയിൻ ചെയ്യാൻ പറ്റാത്ത. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. ഏതാ നെറ്റ്? എയർടെൽ. ഇവിടെ അത് നല്ല സ്ലോ ആണ്, ഞാൻ പേ ചെയ്യാം. അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഫ്രീ ആയിട്ടൊന്നും വേണ്ട, നീ എനിക്ക് പിന്നെ പേ ചെയ്ത് തന്നാൽ മതി. ഇപ്പം ഞാൻ കൊടുക്കാം. നിവിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അവിടുത്തെ സ്ത്രീയാണ് അവിടെ കിടന്ന് വേഗം ചെയ്യാൻ പറഞ്ഞ് നിലവിളിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനോട് ഓക്കെ പറഞ്ഞു.
അലക്സിൻ്റെ ഈ പെട്ടെന്നുള്ള ബിഹേവിയർ അവളെ നല്ലോണം കൺഫ്യൂസ്ഡ് ആക്കി. അവൾക്കാണെന്ന് വെച്ചാൽ അവനെ മനസ്സിലാവുന്നതേ ഉണ്ടായിരുന്നില്ല. അന്ന് തേജസിനോട് അടി ഉണ്ടാക്കിയത് ഇതേ അലക്സ് തന്നെ ആണോ എന്ന് അവൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു. അലക്സ് ചിരിച്ചുകൊണ്ട് പേജ് ഇന്ന് അവിടെ പോയി അവരോട് എന്തൊക്കെയോ സംസാരിച്ചു. അവനെന്തോ ഒരു കാർഡ് അവരെ കാണിക്കുന്നുണ്ടായിരുന്നു. അവരവനെ നോക്കി 32 പല്ലും കാണിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നിവിക്ക് നല്ലോണം ദേഷ്യം വന്നു. നിവിയോട് സംസാരിക്കുമ്പോൾ അവളാണ് ചോദിക്കുന്നതിനൊക്കെ അവർ കടിച്ചു കീറാൻ വരുമായിരുന്നു. എന്നാൽ അലക്സിനോട് എന്താ ഒരു ചിരി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളെ നോക്കി ചിരിച്ചു. താങ്ക് യു. അതൊന്നും കുഴപ്പമില്ല. ഏട്ടൻ്റെ നമ്പർ ഇതാ, ഞാൻ പൈസ അയച്ചു തരാം. നമ്പറൊക്കെ തരാം, പക്ഷെ പൈസ വേണ്ട. അതെന്താ? ഞാൻ അവരോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫൈനൊന്നും അടയ്ക്കേണ്ടി വന്നില്ല. അതെങ്ങനെ? ഞാൻ അവരോട് ഒരുപാട് വട്ടം പറഞ്ഞതാ. അത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, കണക്ഷൻസ്, പിന്നെ കുറച്ചൊക്കെ എൻ്റെ സൗന്ദര്യം. എന്താന്ന്? നീ ഒരുപാട് ആലോചിച്ച തലപകയ്ക്കൊന്നും വേണ്ട. തൽക്കാലം ഇപ്പം ഇത്രയും അറിഞ്ഞാൽ മതി. അതായത് നിനക്കിപ്പോൾ എന്തായാലും ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഒരിക്കൽ കൂടി ഇതേപോലെ ഫൈൻ വന്നാൽ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും കൂടി ചേർത്തിട്ട് വേണം പേ ചെയ്യേണ്ടി വരും. കേട്ടല്ലോ? അമ്മേ, എന്നാലും എൻ്റെ 1500 രൂപ സേവ് ആക്കിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടേ? അന്ന് അഖിൽ കാരണമാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത്. പോരാത്തതിന് അവനന്ന് ആ പെങ്കൊച്ചിനോട് പറഞ്ഞതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഞാൻ അവന് വേണ്ടി സോറി പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. അയ്യോ, അതിന് ഏട്ടനെന്തിനാ സോറി പറയണേ? കാര്യം എന്താണെന്നോ ഒന്നും അറിയാതെ അടിയുണ്ടാക്കിയതിൽ ഞങ്ങളുടെ മേലെയും തെറ്റുണ്ട്. അത് കുഴപ്പമില്ല, ഏട്ടനല്ലല്ലോ പ്രശ്നം ഓവറാക്കിയത്. എന്നാലും ഇരിക്കട്ടെ. ശരി, എന്നാലും ഏട്ടൻ്റെ നമ്പർ ഇതാ. എന്തിനാ? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അല്ല, ചേട്ടന് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോന്ന്? ഇല്ല. അയ്യോ പേടിക്കണ്ട, ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്പർ ചോദിക്കുന്നത് തെറ്റല്ലേ, അതുകൊണ്ടാ, വേറൊന്നുമില്ല. എന്ത് കൊച്ചേ? അവനവൾക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നെ ഹെൽപ്പ് ചെയ്തതിന് പകരമായിട്ട് ഞാൻ ഇടയ്ക്കായിട്ട് എന്നൊരു ചായ വാങ്ങിത്തരാം. എന്താ ഡേറ്റ് ആണോ? ഓ, നമ്മളതിനൊന്നും ഇല്ലേ. ശരി, എന്നാ ഞാൻ പോവാ. പിന്നെ ഇനി തേജസേട്ടനൊക്കെ കണ്ട അടി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെന്താ ഇത്ര പ്രശ്നം? അതൊക്കെ ഇപ്പം പറയാൻ നിന്നാ സമയം പോവും. മോള് പോവാൻ നോക്ക്. ശരി, എന്നാ ബൈ. ബൈ ബൈ. പിന്നെ ഒരു മിസ് കോൾ അയക്കി. അത് ഞാൻ ആലോചിക്കാം. നിന്റെ ഇഷ്ടം. ബൈ. നമ്മുടെ ആദിയും റോഷനും അജു റാമും ഒക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് തേജസിൻ്റെ കൂടെ നമ്മുടെ നിവിയും ചീനിയും ദേവും വരുന്നത് കണ്ടത്. എല്ലാത്തിൻ്റെ കയ്യിൽ ഐസ്ക്രീമും ഉണ്ട്. ഇതേതാടാ? ഇതിനൊക്കെ എവിടുന്ന് കിട്ടി നിനക്ക്? ഒന്നും പറയണ്ടടാ. ഞാൻ വന്ന കറക്റ്റ് ടൈമിൽ ഈ 3 അവിടെ കടൽ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ പോയതാ. പെട്ടു. ഇതുകൾ എന്നെക്കൊണ്ട് ഐസ്ക്രീം വാങ്ങിപ്പിച്ചു. ഒന്നൊന്നും പോരാ ഇതുകൾക്ക്. ഓ, ഒന്ന് പോടാ കണക്ക് പറയാതെ. തിന്ന്. എടാ ഞങ്ങൾക്കില്ലേടാ. തേജസ് അവർക്ക് നേരെ കവർ നീട്ടി. അവൻ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞിരുന്ന് സംസാരിക്കുമായിരുന്നു. നമ്മുടെ ദേവു, അജു, നിവി, റോഷനും റാമു ഇരുന്ന് ലൂഡോ കളിക്കുന്നുണ്ട്. ജീനിയും ആദ്യം അടി കൂടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തേജസ് എന്തൊക്കെയോ കാണിച്ച് അടി തീർക്കാൻ നോക്കാതെ വീണ്ടും സീൻ ഓവറാക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്യണത്. എടി നിവി, നീ എന്തിനോട് ഇപ്പം എന്നെ അടിച്ച്? നീ എന്തിനോടാ ഇപ്പം എന്നെ വെട്ടിയത്? ഇത് ശരി. അപ്പം നീ എന്നെ 2 വട്ടം ഇതിന് മുമ്പ് നേരത്തെ വെട്ടിയതോ? ഞാനിപ്പോൾ ഉള്ളിൽ കയറുമായിരുന്നില്ലടാ ദ്രോഹി. അതല്ലേ അതിൻ്റെ ഒരു സുഖം. അവൻ്റെ ഒരു സുഖം. പറയട്ടെ തേജസേ, ഈ മനുഷ്യൻ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അറിയാതെ?
വേറെന്താ, വേറൊരു വട്ടുണ്ടല്ലോ. ഇവൻ നീ വീട്ടിൽ പോയ സമയത്ത് എന്നെ നമ്മൾ നമ്മുടെ ക്ലബിൻ്റെ കാര്യത്തിന് വേണ്ടി മാർക്കറ്റ് ഫുള്ള് തെണ്ടിയാരെയല്ലേ നീ പറയാൻ പോണത്? ഇതൊന്നും അല്ല ട്ടാ. തേജസേ, പെട്ടെന്നാരും അവൻ്റെ പേര് നല്ല ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. ഒരു സെക്കൻഡ് എല്ലാവരും ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കി നിന്നു. തേജസ് ഒഴിച്ച് ബാക്കിയല്ല അവൻ്റെ ഗ്യാങ്ങിൽ എല്ലാവരും തമ്മിൽ നോക്കി. നമ്മുടെ ദേവും നിവിയും മാത്രം കാര്യം മനസ്സിലാവാതെ നിൽക്കുകയാണ്. നീ എന്താ എൻ്റെ മെസ്സേജിനും കോളിനൊന്നും റിപ്ലൈ തരാത്തെ? അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഈ കുരിശിന് വരാൻ കണ്ട സമയം. അവനത് പറഞ്ഞത് നമ്മുടെ ലൂഡോ കളിച്ചുകൊണ്ടിരുന്ന ഫുൾ ടീം കേട്ടു. നിവിക്കും ദേവുവിനും ഒഴിച്ച് ബാക്കി എല്ലാവരുടെ മുഖത്തും സെയിം എക്സ്പ്രഷനായിരുന്നു. വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ നോക്കില്ല, കോളേജ് വന്നാൽ കാണാൻ പറഞ്ഞാൽ കാണാനും കിട്ടില്ല. തേജസ് അവളെ ഒരു മടുപ്പോടെ നോക്കി. നിനക്ക് എന്താ വേണ്ടത് മീര? നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഏത് നേരെ നോക്കിയാലും ഈ ചെക്കന്മാരുടെ കൂടെ നടക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ. അത് കേട്ടത് നമ്മുടെ ചെക്കന്മാരെ എണീച്ച് വന്ന് തേജസിൻ്റെ അടുത്ത് നിന്നു. അവനെ നീ എന്തിനാ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നത്? ആരെ ഡിസ്റ്റർബ് ചെയ്തു? ഞാനോ? ഇത് കൊള്ളാലോ. അവൻ ആരുടെ കൂടെ നടക്കണം എന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണ്. നീ ഏതാടി കോച്ച അതൊക്കെ നോക്കാൻ? തേജസേ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. അതെന്താ? ഞങ്ങൾ സംസാരിച്ചാൽ നിന്റെ ചെവിയിൽ കേൾക്കില്ലേ? നീ കാരണം ഞങ്ങളുടെ ചെക്കൻ അനുഭവിച്ചൊന്നും പോരേടി. ഓ, അതാണ് ചേട്ടന്മാർക്ക് എന്നോട് ഇത്ര ദേഷ്യം. മീര, എല്ലാം നിന്നോട് നിൻ്റെ ഏട്ടനോടും പറഞ്ഞു തീർത്തതല്ലേ? നീ ഇവനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞതല്ലേ ഡീൻ്റെ മുമ്പിൽ വെച്ച്? എനിക്കിവനെ ഇഷ്ടമായിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്? അത് ഇവനും കൂടി തോന്നണ്ടേ? നിന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഇവനെ ഇവിടുന്ന് പുറത്താക്കാൻ വരെ പോയതാ. എന്നിട്ട് ഞങ്ങളൊന്നും മിണ്ടാത്തതും ചെയ്യാതിരുന്നതും സഹിച്ചതും ഒക്കെ നീ ഒരു പെണ്ണായതുകൊണ്ടും ഇവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞതും കൊണ്ടാണ്. കേട്ടല്ലോ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവൻ്റെ അടുത്ത് വരുന്നതും മിണ്ടുന്നതും നീ നിർത്തിക്കോ കൊച്ചേ. അതവൻ പറയട്ടെ, അവനെന്നെ ഇഷ്ടമല്ലാന്ന് ഇവൻ പറയട്ടെ. പെങ്കൊച്ചേ, നിനക്ക് എന്താടി വയ്യേ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഓ, നിന്റെ വായിൽ നാവുണ്ടായിരുന്നു. മര്യാദയ്ക്ക് പറയുമ്പോൾ നീ ഇവിടുന്ന് നീയായിട്ട് പൊക്കോ. എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കരുത്. നീ അതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ നീ ഒരു പെണ്ണായതുകൊണ്ടും നിന്റെ ഭാവി അത് എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടാ. ഓ, അവൻ്റെ ഒരു ഔദാര്യം പോലും. ഞാൻ അറിഞ്ഞല്ലോ നീ ഇവിടെ കിടന്നൊരു പെണ്ണിന് വേണ്ടി അടിയുണ്ടാക്കിയ കാര്യമൊക്കെ. ആരുടെ അവളെ? അവൾക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ മാത്രം ആരാ അവൾ നിൻ്റെ? എൻ്റെ ഏട്ടനെ നീ പഞ്ഞിക്കിട്ടല്ലേ? അത് നിന്റെ ഏട്ടൻ്റെ കയ്യിലിരിപ്പ് വേണ്ട. ആരാടാ അവളെ? അവൾ ആരായാലും നിനക്കെന്താടി? എന്താടാ, പ്രേമമാണോ? ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനല്ലാതെ വേറൊരു പെണ്ണ് നിൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. മീര അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന നിവിയും ദേവുവിനെയും കണ്ടത്. അവൾ അവരുടെ അടുത്തേക്ക് പോയി. ഓ, പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലേതാടാ നിൻ്റെ? തേജസ് നിവയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ഇവിടുന്ന് നീയായിട്ടിപ്പോൾ പോയാൽ നിനക്കിവിടുന്ന് ബാക്കിയുള്ള ഇത്തിരി റെപ്യൂട്ടേഷനെങ്കിലും ബാക്കിയുണ്ടാവും. ഇല്ല, എന്നെ കൊണ്ട് കടുത്ത പണിയൊന്നും ചെയ്യിപ്പിക്കരുത്. വേണ്ട വെക്കുമ്പോൾ നീയായിട്ട് ഓരോന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കൊള്ളാം, എന്തായാലും നീ സെറ്റായതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവളാണല്ലേ ആള്? ആണെങ്കിൽ തന്നെ നിനക്കിപ്പോൾ എന്താ? ഇവിടുന്ന് പോവാൻ നോക്കു പെണ്ണേ. ഞാൻ പോവാണ്. പക്ഷെ നീ ഒന്നും ഓർത്തോ തേജേ, ഞാൻ അല്ലാതെ വേറെ ഒരാളെയും സ്നേഹിച്ച് നീ സുഖിച്ച് ജീവിക്കില്ല. ഞാൻ അതിനെ സമ്മതിക്കില്ല. അവളത് പറഞ്ഞ് അവിടെ നിന്നെല്ലാവരെയും നോക്കി ദേഷ്യപ്പെട്ടു പോയി. നിവിയാണച്ച ആകെ ഷോക്കായ തേജസിനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാത്? ആ ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അതൊക്കെ വലിയ കഥയാണ്. അവൾക്ക് പ്രാന്താണ്, ഒരു സൈക്കോ. ഷീ ഈസ് ഒബ്സെസ്ഡ് വിത്ത് ഹിം. ഒബ്സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ഒബ്സെഷൻ. ഒരു തരം വട്ടാണ് അവൾക്ക്. ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈം തൊട്ടേ അവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളത് അവനോട് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇവനൊരു ഫോൾസ് ഹോപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ടൊരു നോ പറഞ്ഞതാ.
പക്ഷെ അവളതൊന്നും മൈൻഡാക്കിയില്ല. എന്നിട്ട് ഒരു ഫുൾ ഒബ്സെസ്ഡ് ആക്കൊരു സൈക്കോനെ പോലെ ഇവനെ ഫോളോ ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക, എല്ലാ തരത്തിലും ഇവനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഇവനത് മനസ്സിലായപ്പോൾ വീണ്ടും പോയി അവളോട് നോർമലായിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അവളെവിടെ കേൾക്കാൻ. അങ്ങനെ ഒരു ദിവസം ഇവളുടെ തന്നെ വൾഗറായിട്ടുള്ള പിക്സൊക്കെ ഇവനെ സെൻഡാക്കാൻ തുടങ്ങി. ഇവനിത് ആദ്യം കണ്ടില്ലായിരുന്നു. പിന്നീടത് പിന്നെയും കൂടിക്കൂടി വന്നപ്പോൾ ഇവൻ ആകെ ഷോക്കായി. ഇവനത് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അവളെ പോയി കൺഫ്രണ്ടും ചെയ്തതാ. അവളാണെച്ച് അപ്പം അവള് പറയാ ഇവൻ അവളെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൾ സൂസൈഡ് ചെയ്യും. എന്നിട്ട് അവൾ ഈ ഫോട്ടോസൊക്കെ വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ തുടങ്ങി. അവളുടെ വീട്ടിലും ഇതൊക്കെ അറിഞ്ഞു. അവർ വന്ന് ഇവിടെ ഒക്കെ സീനാക്കി. അതുകൊണ്ട് ഇവിടുത്തെ അതോറിറ്റി ഇവൻ്റെ ഫാമിലിയൊക്കെ വിളിച്ചു വരുത്തി, അവളുടെയും. അങ്ങനെ അവൾ പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ട് ഇവനെ ഇവിടുന്ന് ഒരു പോലീസ് കേസ് വരെ ആവാൻ പോയതാ, കൂടാത്തതിന് ഇവിടുന്ന് ഡിസ്മിസിലും. പക്ഷേ അവൻ്റെ അച്ഛനാണ് ഫുൾ കാര്യം ഹാൻഡിൽ ചെയ്തത്. എന്നിട്ട് കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇവൻ്റെ സൈഡ് ആകെ ക്ലിയർ ആക്കി കൊടുത്തു അങ്കിള്. അവർ ചോദിച്ചു ഇവന് കേസ് കൊടുക്കണോ എന്നൊക്കെ. പിന്നെ അവളൊരു പെണ്ണായോണ്ടും അവളുടെ ലൈഫിൽ ഇത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ആവും, അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നൊരു സിറ്റുവേഷനൊന്നും വരണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഒത്തുതീർപ്പിലെത്തി. അവളെ കൊണ്ട് ഇനി ആർക്കൊരു ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാ വീണ്ടും കുറേ കാലത്തിന് ശേഷം വീണ്ടും തുടങ്ങിയത്. അതോർത്ത് പേടിക്കണ്ട, അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും റാമും അതിനുള്ള ഐഡിയ ഒക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവസാനം അതും എൻ്റെ തലയിലാവോടെ. അങ്ങനെ ഞങ്ങൾ ചെയ്യോടാ. നിങ്ങൾ രണ്ടും ആയോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ശരി ശരി, അത് വീട്. നമ്മൾ എന്തിനാ ആ കുരിശിനെ പറ്റി സംസാരിക്കാനേ? നമുക്ക് നമ്മുടെ ഗെയിം കണ്ടിന്യൂ ആവാ. നിവി പക്ഷെ ഇപ്പോഴും തേജസ്വിനെ നോക്കിയിരിക്കുമായിരുന്നു. അവനവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച് ചിരിച്ചിട്ട് പിന്നീട് ആദ്യം ജീനിയുമായി സംസാരിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ ഗെയിമിലും ശ്രദ്ധ തിരിച്ചു. അയ്യേ, എൻ്റെ മേലെ എന്തോ ആയി. എൻ്റെ ആദി, അത് മേലേന്നാ ഞാൻ അത് വീഴുന്ന കണ്ടു. അയ്യേ, ഈ വൃത്തികെട്ട പക്ഷി. അങ്ങനെ തന്നെ വേണോടാ നിനക്ക്? ഒന്ന് പോടാ മഹാഭാവി. അധികമൊന്നുമില്ലടാ, ഇത്തിരി ആയുള്ളൂ. ഈ പക്ഷിയെ ഞാനിന്ന് കൊല്ലും. അയ്യോ അതേട്ടാ, അതിനെ ഇവിടെ വന്ന് വെച്ച് കൊല്ലല്ലേട്ടാ, പിന്നെ ഞങ്ങളായിരിക്കും അത് പെടുക. ശരിയാ, ഈ ഹോസ്റ്റലിലെ തിണ്ടികൾ ചിലപ്പോൾ ഞങ്ങൾക്കത് ചിക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് തരും, പറയാൻ പറ്റൂല. അടിപൊളി, എന്തായാലും നല്ല കറക്റ്റ് സ്ഥലത്താണ് രണ്ടും ഇരിക്കണത്. ആരേലും ഒന്ന് എനിക്കിത് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യടാ. എടി ജീനി, വായടി എൻ്റെ കൂടെ. ആ വരുന്നു, നടക്കിങ്ങോട്ടെ. പൈപ്പുണ്ടോ നോക്കട്ടെ. വാണിവേ, നമുക്ക് വെറുതെ നടക്കാൻ പോവാം. നടക്കാനോ? ഇവിടെയോ? നീ വരുന്നിണ്ടേ വാ, ഞാൻ എന്തായാലും പോവാ. ആ അതാ വരുന്നു. ഇത് കളിച്ചു കഴിഞ്ഞേച്ച് പോടി. നിങ്ങൾ തന്നെ ബാക്കി കളിച്ചോ. അവളോടി തേജസിൻ്റെ കൂടെ പോയി. ഓ, ഒന്ന് പതുക്കെ നടക്കണ്ടേ തേജട്ടാ. ഞാൻ പതുക്കെ തന്നെ നടക്കുന്നേ, നീ ആ സ്ലോ മോഷനെ നടക്കണേ. ഓ പിന്നെ നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? നിങ്ങളെപ്പോഴാണ് ഇറങ്ങുന്നേ? നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ട് എല്ലാ വർഷവും റൂം ഷിഫ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ലഗേജൊക്കെ കൊണ്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങാം. ഞങ്ങൾ ഈ വീക്ക് ലാസ്റ്റ് ഇറങ്ങും. അപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഏകദേശം എപ്പോഴായിരിക്കും? അതിനിപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയിട്ടായിരിക്കും മിക്കവാറും. തേജേട്ടാ, എന്താടി? അത് പിന്നെ അപ്പോഴേ വന്ന ചേച്ചിയില്ലേ മീര, അവളുടെ കാര്യം എന്താ എന്നോട് മുമ്പ് പറയാതിരുന്നോ? ഇതും മഹിക്കും അറിയില്ലല്ലോ. ഇല്ല, ഇതെൻ്റെ അച്ഛന് മാത്രമേ അറിയൂ, അമ്മയ്ക്ക് പോലും അറിയില്ല. വെറുതെ എന്തിനാ അവരോടൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സമാധാനം കളയുന്നത്? നിനക്കറിയാലോ എൻ്റെ അമ്മേ, എന്തെങ്കിലും ചെറിയ കാര്യം മതി, ഇതറിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് കാര്യങ്ങൾ അമ്മ വീണ്ടും സീനാക്കും, പിന്നെയും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അച്ഛനും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചത്. പിന്നെ അച്ഛനെല്ലാം നന്നായി ഹാൻഡിൽ ചെയ്തല്ലോ.
തേജസേട്ടന് അവളെ ഇഷ്ടമായിരുന്നോ? എന്തുവാടി, അവൾ അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാണോ? അവൾക്ക് ഭ്രാന്താണ്. ഞാൻ ഇന്നേ വരെ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. എന്തിന്, നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ അവളെ ഒന്ന് നേരാണ് കാണുന്നത് തന്നെ. അവൾ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അവളുടെ വീട്ടുകാരാണെങ്കിൽ അതിനേക്കാളും, എന്തിനു പറയാൻ, അവളുടെ ഏട്ടൻ അതിനേക്കാൾ മോശമാണ്. ഏട്ടനോ? ആ, അഖിലില്ലേ, അത് നമ്മുടെ കൂടെ അടിയുണ്ടാക്കിയത്. ആ, അവൻ്റെ സഹോദരിയാ. അഖിലിൻ്റെ അനിയത്തിയാണോ? അതെ അതെ, അവളുടെ പ്രപ്പോസൽ ഞാൻ റിജക്റ്റ് ആക്കിയപ്പോൾ തുടങ്ങിയതാ അവൻ എന്നോടുള്ള ഈ വെറുപ്പും ദേഷ്യമൊക്കെ. അവന് സത്യം അറിയാം, പക്ഷെ അവൻ മനഃപൂർവ്വം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ വഷളാക്കിയതൊക്കെ തന്നെ അവനാ. എല്ലാത്തിനും പിന്നിൽ അഖിൽ തന്നെയാണ്. പിന്നെ ഇത്തിരിയെങ്കിലും നെറുകേട് കാണിക്കാത്തത് ആ അലക്സ് മാത്രമാണ്. അതെനിക്കൊന്ന് മനസ്സിലായി. എന്താന്ന്? ഒന്നുമില്ല. അത് വെച്ച് അലക്സ് നല്ലവനാണെന്നൊന്നല്ല, അവൻ്റെ കൂടെ കൂടിയിട്ട് അഖിലും ആ ഹർഷും ഒക്കെ കേടായത്. അവനാണ് അവരെയൊക്കെ വഷളാക്കിയത്. തീർച്ചയായിട്ടാ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പറഞ്ഞോടി. അത് 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 പിന്നെ കുറച്ച് സീരിയസ് ആണ്. നടന്നുകൊണ്ടിരുന്ന തേജസ് വേഗം തന്നെ നിന്ന് അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങി. എന്താ, അവരാരെങ്കിലും നിന്നെന്തെങ്കിലും ചെയ്തോ? അതൊന്നുമല്ല. നീ കാര്യം പറയണീ. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്താ എന്നെ കളിയാക്കാണോ? കാര്യം പറയടി. എന്താണേലും പറഞ്ഞോ? എപ്പോൾ പറഞ്ഞില്ലേ? നീ എപ്പോൾ പറയാനാണ്? ഞാൻ പോവാണെന്നറിയാലോ നിനക്ക്. ഇനി നമ്മൾ എപ്പോൾ കാണാനാ? നീവി വേഗം താഴെ നോക്കി. അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എന്തു പറയണമെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണേലും പറഞ്ഞോ? വാ, ഇവിടെ ഇരിക്കാം നമുക്ക്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെയുള്ള പേവ്മെന്റിന്റെ സൈഡിലിരുന്നു. അവൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് അവൻ അവിടുത്തെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് അവളെ പിടിച്ചിരുത്തി. പറ. ഞാൻ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞു തീരുന്നത് വരെ ഒന്നും പറയരുത്. എന്നെ നോക്കരുത്, ചിരിക്കരുത്, ഒന്നും ചെയ്യരുത്. ഓക്കെ? പ്രോമിസ്? ഇതെന്ത് കുന്തം? വാക്കതാ? വാക്ക്. നീ കാര്യം പറ. എനിക്ക് തീർച്ചയായിട്ടും അവൾക്ക് ബാക്കി പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ വാക്കും തൊണ്ടയിൽ കുടുങ്ങി പോകുന്നത് പോലെ തോന്നി. എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു നിമിഷം തേജസ് അങ്ങനെ അനങ്ങാതെ ഇരുന്നു പോയി. ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയതുപോലെ. അവൾ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇത് പറയുമെന്ന് അവൻ കരുതിയതേയിരുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൻ സ്വയം അനുവദിച്ചിരുന്നില്ല. പ്ലീസ് എന്നെ നോക്കല്ലേ. ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. അന്ന് ആകാശിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് തേജസിന് ഓർമ്മയുണ്ടോ? നീയുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി തെളിഞ്ഞു, പക്ഷെ അത് കണ്ണിലേക്ക് തെളിഞ്ഞില്ല. ഞാൻ അന്ന് ഒരൊറ്റ നോട്ടേ കണ്ടുള്ളൂ. പക്ഷെ ആ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ നിമിഷം തൊട്ട് ഇന്ന് വരെ എനിക്ക് തേജസിനെ എത്രമാത്രം ഇഷ്ടമാണെന്നറിയോ? പലതവണ ഞാനത് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത്രയൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. അന്ന് എനിക്ക് ശരിക്കും പ്രേമം എന്താണെന്നോ സ്നേഹം എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തേജസിനോട് തോന്നിയ ആ ഇഷ്ടം ഓരോ ദിവസം കുറച്ചുകൂടി വലുതായിക്കൊണ്ടിരുന്നു.
തേജേട്ടനല്ലാതെ മറ്റാരെയും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. പ്രേമം എന്താണെന്ന് ഇന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തേജേട്ടൻ മാത്രമാണ്. ഞാൻ പറയുന്നതെല്ലാം തേജേട്ടന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എനിക്കിത് എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പറയാതെ പോയതോർത്ത് ഞാൻ വിഷമിച്ചേനെ. അതെനിക്ക് വേണ്ട. തേജേട്ടൻ ഇവിടുന്ന് പോയാൽ ഇനി വരുന്ന 4 വർഷം ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് ഒരു പിടിയുമില്ല. കാരണം എനിക്കിവിടെ വരാൻ ആകെ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി തേജേട്ടൻ ഇവിടുന്ന് പോയാൽ നമ്മളിനി ഇവിടെ വെച്ച് കാണില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദയവ് ചെയ്ത് എന്നെ വെറുക്കല്ലേ. ഞാനിത് പറഞ്ഞെന്ന് വെച്ച് എന്നോട് ദേഷ്യം തോന്നരുത്. എന്നോട് മിണ്ടാതിരിക്കല്ലേ തേജേട്ടാ. എന്നെ കൊണ്ടിത് താങ്ങില്ല. എനിക്കിതിനൊരു ഉത്തരം വേണ്ട. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് ഒരിക്കൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ഒരു നിമിഷം അവൾക്ക് അവൻ്റെ മുഖത്ത് നിന്ന് ഒന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നെ നോക്കല്ലേ എന്നവൾ പലവട്ടം പറഞ്ഞിട്ടും അവൻ ഒരിക്കൽ പോലും അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തിരുന്നില്ല. അവൾ പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ ഉള്ളിലേക്ക് ചില്ല് കഷ്ണങ്ങൾ പോലെ തറച്ചു കയറിയിട്ടുണ്ടാവണം. അവൻ്റെ കണ്ണുകൾ ചെറുതായി തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ണീരായിരുന്നോ? അതോ തനിക്ക് തോന്നിയതായിരുന്നോ? അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അത് വ്യക്തമായിരുന്നു. പക്ഷേ ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. ആ നിശബ്ദതയിൽ അവൾക്കൊന്നും മനസ്സിലായില്ല. നിവി, വേണ്ട പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അതിന് റെഡിയല്ല. എനിക്കൊന്നും കേൾക്കേണ്ട തേജേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഉത്തരം വേണമെന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റില്ല. എനിക്കിത് താങ്ങാനും പറ്റില്ല. എനിക്കറിയില്ല. തേജസ് ഒരു നിമിഷം അവൻ്റെ ശ്രദ്ധ തിരിച്ചു. അവനെന്തോ അവനെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. മോളെ നിവി, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഡാ തേജസേ, വണ്ടി ശരിയാക്കിയിട്ടില്ലേ? നീ കൊണ്ടുവന്നില്ലേ? എന്താ? വണ്ടി നീ ശരിയാക്കിയിട്ടല്ലേ കൊണ്ടുവന്നേന്ന്? ആ അതെ. എന്നാ ഇറങ്ങാം, ലേറ്റായി ഒരുപാട്. അതെ, ഇനിയിപ്പോയി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? ഓ, പറയുന്ന കേട്ടാ തോന്നുന്നു ഇവനാണ് ഫുഡ് ഉണ്ടാക്കാൻ പോണേന്ന്. ആ ഇറങ്ങാം, നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം. അവരെല്ലാവരും യാത്ര പറഞ്ഞ് നടന്നു. തേജസ് തിരിഞ്ഞ് നിവിയെ ഒന്നുകൂടി നോക്കി. എന്നാ ഞാൻ ഇറങ്ങാം. പോകുന്നത് തലേന്ന് വരാം. നോക്കിയിരിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ? വിളിക്കാം. എന്നാ നീ പൊക്കോ. നിവി തിരിഞ്ഞ് പോകുന്നത് വരെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. നീ എന്ത് ചെയ്തോന്ന്? എൻ്റെ ദൈവം, ഒന്ന് പതുക്കെ പറയ പെണ്ണെ. ഒന്ന് പോടി. നീ തേജസേട്ടനോട് പ്രപ്പോസ് ചെയ്തോ? അല്ല, ഞാൻ കൺഫസ് ചെയ്തേ. ഓ, അതിപ്പോൾ എന്താ വ്യത്യാസം? ഞാൻ അവനോട് എന്നെ ഇഷ്ടമാണോ, എൻ്റെ ബോയ് ഫ്രണ്ട് ആവോ എന്നൊന്നല്ല ചോദിച്ചത്. ഞാൻ എൻ്റെ ഫീലിങ്സിൻ്റെ കാര്യം അവനോട് പറഞ്ഞ്. ആൻഡ് ദാറ്റ്സ് കൺഫ്യൂസിങ്.
എനിക്കൊന്നും മനസ്സിലായില്ല, നീ കാര്യം പറ. എടി, നമ്മൾ അവരോട് നമ്മുടെ ഫീലിങ്സ് പറയുമ്പോൾ അവരുടെ ആൻസർ എസ് ഓർ നോ എന്താണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രപ്പോസിങ് ആവുന്നത്. അതായത് എനിക്കറിയേണ്ടത് അവൻ്റെ ആൻസറാണ്, എന്നെ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേന്ന്. അതാണ് പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. നമ്മൾ ഈ കോൺട്രാക്ട്സ് ലോയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആക്സെപ്റ്റൻസ്, പ്രപ്പോസൽ, ഓഫർ എന്നൊക്കെ. അതുതന്നെ സംഭവം. നീ ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാനാ? ശരി, എന്നിട്ട് നീ എന്താണാവോ തേസേട്ടനോട് പോയി പറഞ്ഞത്? ഞാൻ തേസേട്ടനോട് പോയിട്ട് എനിക്കെന്താണോ തേസേട്ടനോട് തോന്നിയത് അതാണ് പറഞ്ഞത്. അല്ലാതെ തേസേട്ടൻ്റെ ആൻസർ അല്ല ഞാൻ ചോദിച്ചത്. ഞാൻ കൺഫ്യസ് ചെയ്യുക ചെയ്തത്. അല്ല, എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. എന്തുവാ? അവനെന്ത് പറയാനാ? ഞാൻ അല്ലേ പറയണ്ടെന്ന് പറഞ്ഞേ. നീ എന്ത് തേങ്ങയാ പറയുന്നേ? നിവി അവിടെ നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ദൈവനോട് പറഞ്ഞു കൊടുത്തു. എടി മണ്ടത്തി, നീ എന്ത് കോപ്പാ കാണിച്ചത്? എന്നോട് പോയി അവൻ്റെ അടുത്ത് നിൻ്റെ ഇഷ്ടം പറയാൻ പറഞ്ഞപ്പോൾ പെണ്ണ് പോയി അവളുടെ ഇഷ്ടം മാത്രം പറഞ്ഞ് അവനോട് ഒരു അക്ഷരം മിണ്ടരുന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഇതിനാണോടി പോയി നിന്നോട് കൺഫ്യസ് ചെയ്യാൻ പറഞ്ഞു? എൻ്റെ ദേവു, എനിക്ക് അവൻ്റെ ആൻസർ കേൾക്കാനുള്ള ശേഷി ഉണ്ടായില്ലടി. ഞാൻ കൺഫ്യസ് ചെയ്തതിന് വലിയ കാര്യം, അപ്പോഴും ഇനി അവൻ്റെ ഉത്തരം കേൾക്കാൻ നിൽക്കണത്. നീ ഒരു പൊട്ടി, അവൻ അതിനേക്കാളും വലിയൊരു പൊട്ടൻ. നീ ആൻസർ വേണ്ട പറഞ്ഞപ്പോഴേക്കും അവൻ അത് കേട്ട് മിണ്ടാതിരുന്നിരിക്കുന്നു. ഇതെവിടുത്തെ ഏർപ്പാടാണ്? ഞാൻ അല്ലേ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ്, പിന്നെ അവനെന്ത് പറയാനാ? എൻ്റെ തലയൊക്കെ കറങ്ങുന്നു ഇതൊക്കെ കേട്ടിട്ട്. എൻ്റെ ശിവനേ, നീ ഇവിടെ ഇരുന്നേ, എന്തിനാ ചുമ്മാ BP കൂട്ടുന്നേ? അല്ല, ഇപ്പം നീ അവരോട് പറഞ്ഞിട്ട് വല്ല വ്യത്യാസം ഉണ്ടായോ? അതെനിക്കറിയില്ലടി, നമുക്ക് നോക്കാം. അതിനെ എങ്ങനെയാണാവോ അറിയാ? ഇപ്പോൾ നിന്നോട് വന്ന് ഞാൻ പറയാം നമ്മുടെ ക്ലാസ്സിലെ ഒരു ചെക്കന് നിന്നെ ഇഷ്ടമാണെന്ന്. ഏത് ചെക്കൻ? ആ അശ്വിനാണോ? ഒരു അശ്വിൻ ഇമൻഷൻ ചെയ്യുന്ന കാര്യം അടിപ്പില്ലേ ഞാൻ പറഞ്ഞേ. കോപ്പ് പറ. ഇപ്പോൾ നിന്നോട് വന്ന് ഞാൻ പറയാം നമ്മുടെ ക്ലാസ്സിലൊരു ചെക്കന് നിന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ നീ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, അല്ലെ ഒട്ടും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഞാനിത് അവന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് നിനക്ക് അവനെ കാണാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നുമല്ലയോ? അവൻ എങ്ങനെയാണ് കാണാൻ, അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയറൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ നിനക്കൊരു നാച്ചുറലായിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നുമല്ലയോ? അത് തോന്നും. അതന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതുവരെ അവൻ ചിലപ്പോൾ എന്നോട് ഫീലിങ്സ് ഇല്ലെങ്കിൽ കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം അവൻ ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. വേണേ നീ നോക്കിക്കോ, അവൻ ഇതുവരെ ശ്രദ്ധിക്കാത്തത് പോലും ഇനി അവൻ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് തോന്നിയാലോ? ഇതൊക്കെ വല്ലതും നടക്കൂടെ? അറിയില്ല, ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ടല്ലടി ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നത്. പ്രപ്പോസല്ല, കൺഫ്യസ്. അതന്നെ. എൻ്റെ BP വരെ താഴ്ന്നു, എൻ്റെ ബോധം പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. എനിക്കറിയോ? ശരി, നീ എനിക്ക് ഫുൾ സ്റ്റോറി പറഞ്ഞോ? അതായത് ഫസ്റ്റ് നിനക്ക് എന്തൊക്കെ തോന്നി അതൊക്കെ പറഞ്ഞോ? അങ്ങനെ നിവി അവൾക്കെല്ലാം വീണ്ടും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഹലോ പീപ്പിൾ, ഞാൻ വീണ്ടും വന്നു. പക്ഷേ ദിസ് ടൈം ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആരും സ്കിപ്പാക്കല്ലേ. ഞാൻ ഈ സ്റ്റോറി ഇട്ടിട്ട് ഇപ്പോഴത്തെ 7th എപ്പിസോഡായി. ആൻഡ് ഇതിൽ വരുന്ന ഓരോ കമൻറ്റ്സും ഇന്ന് വരെ വായിക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, അതായത് ഇത് അവർക്ക് റിയൽ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. ഞാൻ അതുപോലെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ സ്റ്റോറി എല്ലാ വൺ സൈഡ് ലവേഴ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യം. അതുപോലെ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണോ, കാണുമ്പോൾ റിയൽ ലൈഫിൽ നടന്ന പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ. അതുപോലെ ചിലർ പറഞ്ഞു ഇതവർ ഇന്നേ വരെ കാണാത്തൊരു സ്റ്റോറി ലൈനാണ്, കുറച്ച് വെറൈറ്റി ആണ് എന്നൊക്കെ. ശരിയാണ്, ഇത് വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത് ശരിക്കും റിയൽ ലൈഫിൽ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് FF സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല സ്റ്റോറി എഴുതാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വരുന്നുണ്ടായില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത്
നമ്മുടെ ജീവിതം തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും അടുത്ത മനസ്സുകൊണ്ട് അറിയാവുന്ന കഥ. അങ്ങനെയാണ് ഞാൻ എഴുതാൻ തീരുമാനിച്ചത്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഒരുവിധം എല്ലാവരും ശരിക്കുള്ളവരാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നിവിയും തേജസും അവരും ശരിക്ക് റിയൽ ലൈഫിലുള്ളതാണ്. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാര്യമുണ്ട്, കാരണം ഇന്നത്തെ എപ്പിസോഡ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിവിയെ പിടിച്ച് പാടത്തേക്ക് അറിയാനുള്ള ദേഷ്യം ഉണ്ടാവും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇത് കഥയിൽ നിന്നും ഇത് ജീവിതത്തിൽ ചെയ്ത മണ്ടത്തരങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചീത്ത വിളിക്കല്ല കേട്ടോ. എനിക്കിത്രേ പറയാനുള്ളൂ. ഞാൻ വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് വരാം. അതുവരെ കാത്തിരിക്കൂ. പിന്നെ കമൻസ് ഇടൂ. ഇപ്രാവശ്യം 50 കമൻറ്റ് ഇടാതെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടില്ല. ഓക്കെ, എനിക്കറിയാം ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന്, പക്ഷേ പ്ലീസ് 50 കമൻറ്റ് ഇടും. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ചാപ്റ്ററായിട്ട് വേഗം വരാം. അതുപോലെ അടുത്ത ചാപ്റ്റർ തൊട്ട് ടിഷ്യൂവും ടവലൊക്കെ എടുത്ത് വെച്ചിട്ടിരുന്നു, കാരണം നമ്മളിനി കുറച്ച് കണ്ണീർ പരമ്പരയാവാൻ പോവാണ്. ചേച്ചിയോടൊന്നും തോന്നല്ലേ മക്കളേട്ടാ. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.